അയ്യോർമഠത്തിൽ സംസ്കാര ചടങ്ങുകൾ, അതിനൊരു സംവിധാനം, അങ്ങനെ ശവസംസ്കാരത്തിനും അതിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കുമായിട്ട് ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഈ ഓഫീസായി പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പഴയ ഉടമസ്ഥൻ, അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു, ബോർഡർ റോഡ്സിലായിരുന്നു. അദ്ദേഹം ഈ സ്ഥലം എനിക്ക് ഓഫീസായി പ്രവർത്തിക്കാൻ വേണ്ടി തരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കല്യാണ മണ്ഡപങ്ങൾ ഇഷ്ടംപോലെയുണ്ട്, നമ്മൾക്ക് 16 അടിയന്തരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു മണ്ഡപമില്ല. അപ്പോൾ ഇതിനെ ഒരു 16 മണ്ഡപമായിട്ട് കണക്കാക്കണമെന്ന് തമാശ രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം വരുന്നവർക്ക്. അങ്ങനെ ഈ സംസ്കാരത്തിന് വരുന്നവർക്കും അന്ത്യേഷ്ടിക്രിയകൾക്ക് വരുന്നവർക്കും ഒന്ന് ടോയ്ലറ്റ് പോകാനോ ചായ കുടിക്കാനോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ട് ഈ സ്ഥലം നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളൊരു സ്ഥലം നമ്മൾക്ക് ദാനമായി തന്നതിന് തുല്യമായിട്ട് തന്നെയാണ് നമുക്ക് ഈ കേന്ദ്രത്തിൻ്റെ തുടക്കം. അല്ലാതെ അതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വില കെട്ടി നിശ്ചയിച്ച് തീർവ് വാങ്ങിയ പോലെ അല്ല. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇതിന് വേണ്ട സഹായം പ്രകൃതി നമുക്ക് ഒരുക്കി തരാറുണ്ട്. അങ്ങനെ സ്ഥാപനമായി, അത്യാവശ്യം സഹായികളായി. പിന്നെ ആംബുലൻസിൻ്റെ ആവശ്യകത, നമുക്കന്ന് തിരുവില്ലാമലയിൽ ആംബുലൻസുകളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ തൊട്ടടുത്ത സ്ഥലത്ത് പാലക്കാട് നിന്നോ ഒറ്റപ്പാലത്തു നിന്നോ ഒക്കെ നമുക്ക് വണ്ടി ആംബുലൻസിൻ്റെ സഹായത്തിന് നമുക്ക് വിളിച്ച് പറയുമ്പോൾ അവിടെയും വാഹനങ്ങൾ കുറവാണ്. ആ കാലങ്ങളിലൊക്കെ ഏറ്റിയിട്ടും അതുപോലെ തന്നെ ജീപ്പുകളിലുമൊക്കെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നൊരു സമ്പ്രദായമായിരുന്നു. പിന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഡെഡ് ബോഡി കൊണ്ടുവരുന്ന വാഹനം ഒരു വീണ പൂവ് എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയിലായിരുന്നു, ഒരു ബസ്സാണ്. അതിൽ ഈ മൃതശരീരവും ഒരു ഭാഗത്ത് കുറേ വിറകും ചിരട്ടയും പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടി പഴവും ഭക്ഷണങ്ങളും തോർത്തും മുണ്ടും ഇതിന് സഹായിക്കുന്ന ആളുകളൊക്കെ ഒരു ആഘോഷമായിട്ട് ഇങ്ങനെ വരും. അവരിവിടെ വരും, കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് അവർ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ്. അവരിങ്ങനെ ഇടയ്ക്ക് ബോഡിയായിട്ട് വരും. ചിലപ്പോൾ അവർ തന്നെ അതിൻ്റെ എല്ലാ സംസ്കാര ചടങ്ങുകളും അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അവർ തന്നെ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് സഹായം ആവശ്യപ്പെടും. അങ്ങനെ ഒരു യാത്ര പോകുന്ന പോലെ ഉള്ള ഒരു ടൂറ് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിഷമമുള്ള കാര്യമാണ്, മരണമാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ പോലും അവരതിനെ തിരുവില്ലാമലയ്ക്ക് പോകുകയെന്ന് പറഞ്ഞെങ്കിൽ എന്തോ ഒരു യാത്ര പോയി സന്തോഷമായി പോണ പോലെയാണ്. ഭാരതപ്പുഴയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ആളെ യാത്രയാക്കിയിട്ടുള്ള പോക്ക് ഭയങ്കര രസമാണ്. പഴയ ഓർമ്മയുള്ള ആളുകൾക്ക് അതൊരു പറയുമ്പോൾ ഓർമ്മ വരും. കാരണം 2 ബസ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വീണ പൂവ് എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒന്നൊരു ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടും. ഈ 2 ഇതാണ്. പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാറമേക്കാവ് ദേവസ്വം ഒരു ആംബുലൻസ് വാങ്ങിച്ചു. പിന്നെ സർക്കാർ ഉടമസ്ഥയിലൊക്കെ ആംബുലൻസുകൾ ഉണ്ടെങ്കിലും അത് മൃതശരീരം കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് രോഗികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ആംബുലൻസുകൾ ഇത്ര വ്യാപകമായിട്ട് അടുത്ത കാലത്താണ് ഉണ്ടായത്. ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് ഈ ഫണ്ടുകൾ, കേരള പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷമാണ് കുറേശ്ശെ ഫണ്ടുകൾ കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് വാഹനങ്ങൾ കിട്ടിത്തുടങ്ങിയത്. ഏതാണ്ട് ആ കാലത്ത് തന്നെ അവശ്യ സർവീസായിട്ടുള്ള ആംബുലൻസും മറ്റു കാര്യങ്ങളൊക്കെ സഹായമായി. അത് ജനങ്ങൾക്ക് രോഗിയാണെങ്കിലും അതല്ല ഇനിയൊരു മൃതശരീരമാണെങ്കിലും ഒക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി വലിയ സഹായമായി. ഇത് ഒരു രസകരമായ കഥ എന്ന് പറയാൻ കാരണം, ആദ്യം ശവസംസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ മാത്രം ഒരു സഹായി എന്ന നിലയ്ക്ക് ചെയ്തു കൊടുത്തിരുന്ന എനിക്ക് ഓഫീസാവുന്നതോട് കൂടിയിട്ട് ആംബുലൻസ് വേണമെന്നും കൂടി പറഞ്ഞ് ഏൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആംബുലൻസ് നമ്മുടെ അടുത്തില്ല, പക്ഷേ നമ്മൾ ആംബുലൻസ് ഉള്ള സ്ഥലത്ത് നിന്ന് ഇവർക്ക് ആംബുലൻസ് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ. അപ്പോൾ അതിനകത്തൊരു വലിയ കഷ്ടം എന്താണെന്നുണ്ടെങ്കിൽ, തിരുവില്ലാമലയിൽ ഒരാൾക്ക് ആംബുലൻസ് വേണമെങ്കിൽ വണ്ടി വരുന്നത് ഒറ്റപ്പാലത്തു നിന്നാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്ന് തിരുവില്ലാമല വരെ വരുന്ന പൈസ ഈ ആംബുലൻസ് വേണമെന്ന് പറയുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ തിരുവില്ലാമലയിൽ നിന്ന് പോണ പൈസയെ നമുക്ക് തരൂ. അപ്പോൾ അതും നമുക്ക് കയ്യിൽ നിന്ന് അപൂർവം ചില ആളുകൾ അത് അയ്യോ ഒറ്റപ്പാലത്തെ വണ്ടിയല്ലേ ഞാൻ പൈസ തരാം
അതിന് എത്രയാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ ചില ആളുകൾ അറിഞ്ഞാലും ചോദിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്കെന്നാൽ ഇനിയിപ്പോൾ ഒരു ആംബുലൻസ് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകില്ല വിചാരിച്ച് ആംബുലൻസ് വാങ്ങി. ആംബുലൻസ് വരുമ്പോൾ അതാ വരുന്നു അതിൻ്റെ പിന്നിൽ വേറെ അപകടം. അവർ ഡെഡ് ബോഡി സൂക്ഷിക്കണം, അതുകൊണ്ട് ഫ്രീസർ ആവശ്യമാണ്. ഫ്രീസർ ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് തരാൻ പറയും. അങ്ങനെയുള്ള ആളുകളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആംബുലൻസ് സർവീസ് സ്വന്തമായി ചെയ്യേണ്ടി വന്നതും ഫ്രീസർ നമുക്ക് വാങ്ങിക്കേണ്ടി വന്നതും പിന്നെ ഇതിൻ്റെ ക്രമങ്ങൾ കുറേ ചെയ്യേണ്ടി വന്നത്. അത് അങ്ങനെ ഇപ്പോൾ അവസാനം മരണവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും വിളിച്ചാൽ നടക്കാവുന്നൊരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഇത് ഡെവലപ്പ് ചെയ്തു. അതിനിടയിൽ പിന്നെ നമ്മളുടെ ഈ ശവസംസ്കാരത്തിന് നമ്മുടെ ഗുരുനാഥന്മാരായി നിന്നിരുന്ന വെള്ളയേട്ടനെ നമുക്കിവിടെ സംസ്കരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സഹായികളായ രാമേട്ടനുണ്ട്, അതുപോലെ കുറേ ആളുകൾ. അവരുടെയൊക്കെ കർമ്മങ്ങൾ നമ്മളുടെ കൈകൊണ്ട് ചെയ്യേണ്ടി വന്നു. ഇത് കൂടാതെ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ, വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നവർ, കഴിഞ്ഞ തലേ ദിവസവും കൂടി നമ്മളോട് സംസാരിച്ച് ഏറെ നേരം നിന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഒരു വിട്ടുപോക്ക്, അവരുടെ പിന്നെ മൃതശരീരം നമുക്ക് ഐവർമഠത്തിൽ നമ്മുടെ കാർമ്മികത്വത്തിൽ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നൊരു വലിയൊരു സങ്കടം. അത് നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് അത് ഫീൽ ചെയ്യില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള രാത്രി സമയത്തെ ഇരിപ്പിൽ നമ്മൾ അവരുമായിട്ടുണ്ടായിരുന്ന അടുപ്പവും ആ അടുപ്പത്തിൻ്റെ ആഴവും അങ്ങനെ ആലോചിച്ച് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കുറേ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ തരത്തിലുള്ള ഒരു ഘട്ടം തരണം ചെയ്യൽ. കാരണം ഇത് ജോലിയാണോ വെച്ചാൽ ജോലിയല്ല, ജോലി അല്ലേ വെച്ചാൽ ജോലിയാണ്, വരുമാനം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ തികയുന്നുണ്ടോ വെച്ചാൽ ഇല്ല. അങ്ങനെ നമുക്ക് എന്തു വേണം എന്നറിയാത്ത ഒരു ധർമ്മസങ്കടത്തിലായ ഒരവസ്ഥ കൂടി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. 24 മണിക്കൂർ നമ്മൾ എൻഗേജഡ് ആണ്. പക്ഷേ അങ്ങനെ സമയം ചിലവാക്കുന്നതിനനുസരിച്ച് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് വലിയ പരിങ്ങലുമാണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ. പിന്നെ അങ്ങനെ ഇതിനൊരു വ്യവസ്ഥ ചെയ്യുകയും ഇത്ര പൈസ വാങ്ങിക്കാം, ഇന്നതിനിങ്ങനെ ഒരു വ്യവസ്ഥയായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്ന, അല്ലെങ്കിൽ ഞാൻ മാറി നിന്നാലും ഇവിടെ മറ്റു ചടങ്ങുകൾ മുടങ്ങില്ല എന്ന് പറഞ്ഞൊരവസ്ഥ വന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായൊരു കാര്യം. അതും ഒരാളുടെ കഴിവുകൊണ്ട്, ഇപ്പോൾ എൻ്റെ കഴിവുകൊണ്ടുണ്ടായതല്ല, ആ കാലം അതിനെ അങ്ങനെ കൊണ്ടുതന്നെ എത്തിച്ചു എന്ന് പറയാനേ നമുക്ക് കഴിയൂ. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രിയാപദ്ധതികൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കേണ്ടി വന്നു. കാരണം നേരത്തെ ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ശവസംസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അസ്ഥിസഞ്ചയന കർമ്മമുണ്ട്, കുലകുളി അടിയന്തര കർമ്മങ്ങളുണ്ട്, 14, 15, 16 ദിവസത്തെ കാര്യങ്ങളുണ്ട്, 16 തൊട്ടിന് ഇളയതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇളയത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് ഇളയതിനെ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾക്കായി നമുക്ക് ഇളയതിനെ സമീപിക്കേണ്ടി വന്നു. അങ്ങനെയാണ് പിന്നെ ഈ ക്രിയാകാര്യങ്ങളിലേക്കും ശ്രാദ്ധങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കേണ്ടി വന്നത്. അപ്പോൾ പഴയ കാലത്തെ സൗഹൃദം വെച്ചുകൊണ്ട് ഇതിവിടെ പ്രധാനമായിട്ടും കർമ്മങ്ങൾ ചെയ്യുന്ന ഈ നമ്മുടെ പ്രദേശത്തെ അതിനുള്ള അധികാരി, ഇല്ലെങ്കിൽ അതിനുള്ള അവകാശം കാഞ്ഞുള്ളി ചിന്നൻ നായർ എന്ന് പറഞ്ഞ പഴയൊരു ആളുണ്ടായിരുന്നു. അതിൻ്റെ വീട്ടുപേരാണ് കാഞ്ഞുള്ളി എന്നുള്ളത്, ചിന്നൻ നായർ എന്ന് പറയും. അദ്ദേഹമാണ് മരണാനന്തര കർമ്മങ്ങളിൽ ചീതിയൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിനെ നമ്മളിവിടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടിയിട്ട് വന്നു. എൻ്റെ അയൽപ്പക്കവും നമ്മുടെ ഗുരുനാഥനും പിന്നെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന കുടുംബമാണ്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മരുമക്കൾ, അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ ചിന്നൻ നായർ നമ്മൾ ഒരുപക്ഷെ ഈ സ്ഥാപനം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ചിന്നൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂടിയിട്ട് പിതൃകർമ്മത്തിൻ്റെ ഒരു കണ്ണി അറ്റുപോയേനെ. കാരണം ഇത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ക്രമം എന്താണെന്നും ഒക്കെ കൈമോശം വന്നു പോയൊരു കാലത്താണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വരികയും കർമ്മങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇത് ഞാൻ മനസ്സിലാക്കുകയും എനിക്കറിഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി കൃത്യമായി പഠിച്ച് കുറേ ആളുകൾക്ക്, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതിന് ഈ ഒരു അന്ത്യേഷ്ടിക്രിയകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാസത്തിൽ 1-2 ക്ലാസ് വെച്ച് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഈ ശേഷക്രിയാ പദ്ധതി പഠിപ്പിച്ചു കൊടുക്കുകയും അത് ഈ വാവിനോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലോ പുഴയിൽ വന്ന് ചെയ്യുന്നതിന് അവർക്ക് അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസ്സൊക്കെ ഇവിടെ സംഘടിപ്പിച്ചു. അങ്ങനെ കുറേ ആളുകൾ ഈ ശേഷക്രിയാ പദ്ധതികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഐവർമഠത്തിൽ വന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും പുറത്തും, മദ്രാസിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ഒക്കെ
ഇവിടുന്ന് പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് പോയിട്ടുള്ള ആളുകൾ മലയാളികൾക്ക് ക്രിയ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നേരിട്ട് അറിയുന്നവരും അതല്ലാത്തവരുമായിട്ടുള്ള അനവധി പേരുണ്ട്. അവർ ക്രിയകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഐവർമഠത്തിലത്തെ ആൾ തന്നെയാണ് ചെയ്തു തന്നതെന്ന് പറയും. ഇപ്പം നമുക്ക് കാശിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിനും അവിടെ ഇവിടെ കേന്ദ്രങ്ങളിൽ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഐവർമഠത്തിൽ വന്ന് പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ സംസ്കാരത്തിൻ്റെ ഏറ്റവും അങ്ങേ തലയായിരിക്കുന്ന കാശിയിൽ പോലും നമുക്ക് മലയാളികൾക്ക് പോയാൽ കർമ്മം ചെയ്യാവുന്ന തരത്തിൽ ഒരു വലിയ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റത് ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട്, കൃത്യമായിട്ട് അറിയില്ല, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ നമ്മൾക്ക് തൃപ്തികരമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ പരാതികൾ വന്ന് അങ്ങനെയുള്ള ഒരു ആലോചനയിൽ നിന്ന് കാശിയിൽ കർമ്മം ചെയ്യുന്നതിനും കൂടി നമ്മൾക്ക് അവിടെ സൗകര്യങ്ങളുണ്ട്. മലയാളത്തിൽ നമ്മുടെ കേരളീയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സംവിധാനം. ഈ ഐവർമഠം പഞ്ചപാണ്ഡവന്മാർ 5 പേര് ചേർന്ന് ഇവിടെ മരണാനന്തര കർമ്മങ്ങൾക്ക്, അതായത് ഭാരതയുദ്ധത്തിൻ്റെ അതാണ് അതിൻ്റെ ഐതിഹ്യം. കൗരവരും പഞ്ചപാണ്ഡവരും തമ്മിലുള്ള യുദ്ധം, ഭാരതയുദ്ധം, അതിനകത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള യുദ്ധമായതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് പറയില്ലേ, ഒരു യഥാവിധി സംസ്കാര ചടങ്ങുകൾ പോലും യുദ്ധത്തിൽ നമുക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെ പല ദേശങ്ങളിലും പല പ്രദേശങ്ങളിലും പോയി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും മോക്ഷം വരാത്തതിൻ്റെ ഭാഗമായിട്ട് പിതൃവിൻ്റെ ശല്യം കൊണ്ട് ഒരു അലഞ്ഞ്, ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിന് ഭഗവാൻ ഉപദേശിച്ചതാണ് ഈ ദക്ഷിണദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വന്ന് അന്ത്യേഷ്ടിക്രിയകൾ, അതായത് ശരി പുനഃസംസ്കാരാദി മരണാനന്തര കർമ്മങ്ങൾ, പുനഃസംസ്കാരം ഉൾപ്പെടെയുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം. ആ പുനഃസംസ്കാരങ്ങൾ ചെയ്ത കേന്ദ്രമായിട്ടുള്ള അത് ഐവർമഠം ശ്മശാനം എന്ന പേരിലും, ആ 5 പേരും ചേർന്ന് നദിക്കരയിൽ പിന്നെ പ്രതിഷ്ഠ നടത്തി ഭഗവാൻ കൃഷ്ണൻ്റെ, അത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. 5 പേര് ഐവർ എന്നുള്ളതാണ് ഇതിൻ്റെ. പഞ്ചപാണ്ഡവന്മാർ വന്ന് ബലിക്രിയകളും പിന്നെ അന്ത്യേഷ്ടിക്രിയകളും ചെയ്ത സ്ഥലം എന്നുള്ളതിൻ്റെ പേരിലാണ് ഐവർമഠം എന്ന് പറയുന്നത്. ഇതിന് ഭാരതഖണ്ഡം എന്നൊരു പേരും കൂടിയുണ്ട്. പഞ്ചപാണ്ഡവന്മാർ പ്രധാനമായിട്ടും വന്ന് കർമ്മം ചെയ്ത ഈ സ്ഥലം പിന്നീട് അവർക്ക് പിതൃമോക്ഷം കിട്ടിയെന്നും അവർക്ക് ശാപം ഒഴിവായി എന്നും പിതൃക്കളുടെ ശല്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്നും അത് മോക്ഷമായി അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഭാരതപ്പുഴയെ ദക്ഷിണ ഗംഗ എന്നുള്ള പേരിലും പഞ്ചപാണ്ഡവന്മാർ സ്ഥാപിച്ചത് എന്ന് കരുതുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടും ഈ ശ്മശാനത്തിനെ ഐവർമഠം ശ്മശാനം എന്നുള്ള പേരിലും അറിയപ്പെടാൻ കഴിഞ്ഞത്. ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം. ഈ യുദ്ധത്തിലോ നാച്ചുറൽ കലാമിറ്റിയിലോ ഫ്ലൈറ്റ് ക്രാഷ്, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുക, മൃതശരീരം കിട്ടാതെ വരുന്ന സമയത്ത് അന്ത്യേഷ്ടിക്രിയകൾ മൃതശരീരത്തിൻ്റെ ദഹനത്തിന് ശേഷമാണ് ചെയ്യുക. അപ്പോൾ മൃതശരീരം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ ദർഭ കൊണ്ട് മനുഷ്യൻ്റെ ശരീരം, ആരാണോ മരിച്ച് അവരെ സങ്കല്പിച്ച് ആ മനുഷ്യ ശരീരമുണ്ടാക്കി അവരെ കൂട്ടി ദഹിപ്പിച്ച് ആ ദഹനം നടത്തിയതിന് ശേഷം ആ ചിതയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് അസ്ഥി സഞ്ചയനം ചെയ്ത് പിന്നെ ഈ ഉദകക്രിയ, പട്ടനാട്ടിക്കർമ്മം, മൂന്നാഴിക്കർമ്മം, പുലർച്ചപ്പുണ്ണം, പുണ്യാഹം തുടങ്ങിയിട്ടുള്ള ശുദ്ധക്രിയകളൊക്കെ ചെയ്ത് ശ്രാദ്ധം വരെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അതിന് ശരിക്കും പുനഃസംസ്കാരം എന്നാണ് പറയുക. പുനഃസംസ്കാരം വീണ്ടും നമ്മൾ സംസ്കരിക്കുക. അപ്പോൾ മൃതശരീരം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതിനും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഐവർമഠം. കാരണം ശ്മശാനമായി നിൽക്കുന്ന സ്ഥലത്താണ് ഇത് ചെയ്യാൻ കഴിയൂ. ഇവിടെ ഒരു ശ്മശാനം, നമ്മളൊരു വീട്ടിൽ ഒരുക്കി കഴിഞ്ഞാൽ അവിടെ ഭദ്രകാളി സാന്നിധ്യമുണ്ടെന്ന് പറയുക. അപ്പോൾ നിത്യ സാന്നിധ്യമുള്ള ഐവർമഠം ശ്മശാനത്തിൽ ഈ പുനഃസംസ്കാര ക്രിയകൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പുനഃസംസ്കാരത്തിനും അതുമായി ബന്ധപ്പെട്ട അന്ത്യേഷ്ടിക്രിയകൾക്കും വളരെ തിരക്കാണ് എപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ തിരുവില്ലാമല മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ശരിക്ക് വില്വാദ്രിനാഥനാണ് തിരുവില്ലാമലയുടെ നാഥൻ. കാരണം അതിൽ ഒരു ഇതിനുണ്ട്, എല്ലാം പുറത്തു മമ സങ്കടമാശി തീർപ്പാൻ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര എന്നാണ് പറയുക. അപ്പോൾ എല്ലാ സങ്കടങ്ങളും ഒഴിവായി ഏറ്റവും സമാധാനമുള്ള മനസ്സ് ആക്കി തരുന്ന ശക്തിയുള്ള ദേവനാണ് വില്വാദ്രി. എത്ര കലങ്ങി മറിഞ്ഞ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും തിരുവില്ലാമല വന്ന് വില്വാദ്രിനാഥനെ തൊഴുത് അവിടെ ഇരുന്ന് അവിടെ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളൊക്കെ തീരുമെന്നും തീരാത്ത പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാത്രമല്ല കുറച്ചൊരു ഉന്മാദം ഉള്ള ഒരാൾ എങ്ങനെയും അലഞ്ഞ് വട്ടത്തിരിഞ്ഞ് തിരുവില്ലാമലയിലേക്ക് എത്തിപ്പെടുന്ന പണ്ട് തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ തമാശയായിരുന്നില്ല. പി കുഞ്ഞിരാമന്നരുടെ കാലം മുതൽ
ഇങ്ങോട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഉന്മാദികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഈ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് മണ്ണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് ഒരു വിളിയാണ്. അങ്ങനെ ഒരു മനസ്സിനൊരു ഉന്മാദം വന്നാൽ അവർ തിരുവിലാമലയിൽ എത്തിപ്പെടുന്നതാണ് പറയുക. പോസ്റ്റ്മോർട്ടം പോലുള്ള ഒരു ടേബിളിൽ കടത്തിയിട്ട് അവരതിനെ കഷ്ണമായി മുറിച്ച് ജീവജാലങ്ങൾക്ക് കഴിക്കുന്നതിന് പാകത്തിന് കട്ട് ചെയ്ത് പക്ഷികൾക്കും അതുപോലെ മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന, അപ്പോൾ അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ് ഒരു അലുവ മുറിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പഴം മുറിച്ച് കഷ്ണമാക്കുന്നത് പോലെ മരിച്ച ഒരാളുടെ ശരീരത്തിനെ കഷ്ണാക്കി അവരത് പക്ഷികൾക്കും, അതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൊണാസ്ട്രികളിലാണ്, നേപ്പാളിൻ്റെ ആ ഭാഗത്തേക്ക്. ശരിക്കും നമ്മൾ ഗോരഖ്പൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് അല്ലെങ്കിൽ ഈ നേപ്പാളിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു ചടങ്ങാണത്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.